നമസ്കാരം. ദി ഐഡം റിസാല അപ്ഡേറ്റ് ഇന്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകന് രാഷ്ട്രീയ നിരീക്ഷകനുമായ ആർ രാജഗോപാലാണ്. ഏറെക്കാലം ദ ടെലിഗ്രാഫ് പത്രത്തിന്റെ എഡിറ്ററായിരുന്ന രാജഗോപാൽ ആ പത്രത്തിന്റെ താളുകളിലൂടെ നമുക്ക് പരിചിതനാണ്. അദ്ദേഹം ആ പത്രത്തിന്റെ താളുകളിൽ നടത്തിയിട്ടുള്ള ധീരമായ പത്രപ്രവർത്തനവും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. രാജഗോപാൽ, ഈ ഇന്ററാക്ഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മൾ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. താങ്കൾ കഴിഞ്ഞ ദിവസം വരെ കേരളത്തിലായിരുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് നിങ്ങൾ തിരിച്ചു പോയിരിക്കാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ പോയ ഉടനെ തന്നെ താങ്കൾ അവിടെ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച്, അതുണ്ടാക്കിയ അവിടെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ അനുരണനങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ പറയുകയും എഴുതുകയും ഉണ്ടായി. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പശ്ചിമ ബംഗാളിലെ SIR വലിയ രീതിയിൽ കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ഡൽഹിയിലെത്തി സുപ്രീം കോടതിയിൽ വക്കീലിന്റെ കോട്ടണിഞ്ഞ് അദ്ദേഹത്തിന്റെ അവരുടെ വാദഗതികൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. സമൂഹത്തിലും പശ്ചിമ ബംഗാൾ സമൂഹത്തിലും വലിയ രീതിയിലുള്ള ഇളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു SIR. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ബംഗാളിൽ തിരിച്ചുപോയി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതികളിലെ കുറിച്ച്? എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഞാൻ കേരളത്തിൽ നിന്ന് തിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ ഇത്തവണ BJP അത്ര വലിയൊരു ചലഞ്ച് ഉയർത്താൻ സാധ്യതയില്ല, മമതയ്ക്കൊരു കേക്ക് വാക്ക് തന്നെ ആയിരിക്കും എന്ന്. കാര്യം 2021 24 ശേഷം രാഷ്ട്രീയമായ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ബംഗാളിൽ അങ്ങനെ പ്രത്യേകിച്ച് നടന്നിട്ടില്ല. പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടായത്. ഒന്ന്, ആർജിക്കർ ഹോസ്പിറ്റലിൽ നടന്ന റേപ്പും കൊലപാതകവും അടുത്ത ഒരു ഡോക്ടറെ, അത് 2024 തെരഞ്ഞെടുപ്പിന് ഉടനെ സംഭവിച്ചതാണ്. പക്ഷെ പിന്നീടുള്ള ഉപതെരഞ്ഞെടുപ്പ് അതൊരു ഇലക്ഷൻ വിഷയമായി മാറും എന്ന് തോന്നുന്നില്ല. കാര്യം ബംഗാൾ പോലീസ്, കൽക്കട്ട പോലീസ് ആദ്യം ചെയ്ത നടപടികൾ തന്നെ അത് തന്നെയാണ് CBI വീണ്ടും അത് ഒരാൾ ചെയ്തതാണ്, അല്ലാതെ അതിന്റെ പിന്നിൽ കോൺസ്പിറസി ഉണ്ടോ എന്നൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആദ്യം കൽക്കട്ട പോലീസ് എന്തോ പറഞ്ഞു, അത് തന്നെയാണ് ഇപ്പോഴും പലരും അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും CBIയും അതേ കണ്ടെത്തലിലാണ് മോറോലെസ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു സംഭവം. രണ്ടാമത്തെ സംഭവം ബംഗ്ലാദേശിൽ നടന്ന മാറ്റങ്ങൾ. അതൊരു വലിയ ഫാക്ടർ ആക്കാൻ BJP കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം വിജയിക്കുന്നു നമുക്കറിയില്ല. അപ്പൊ പ്രധാനമായിട്ടും വെങ്കടേഷ് പറഞ്ഞ പോലെ SIR തന്നെയാണ് ഇവിടുത്തെ എക്സ് ഫാക്ടർ എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ കേരളത്തിൽ വെച്ച് വിചാരിച്ചിരുന്നത് അത് ഇവിടെ വലിയ മാറ്റങ്ങൾ വരുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞുള്ള അനുഭവം രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്കൊരു ഇലക്ഷനെ പ്യൂർലി ഒരു മാത്തമെറ്റിക്കൽ എക്സസൈസ് ആയിട്ട് കാണുകയും ചെയ്യാം. അതല്ല, പക്ഷെ നമുക്ക് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ നേരിട്ട് ഉടനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, വളരെ അണ്ടർലൈങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ടാകും. അപ്പൊ രണ്ടും തമ്മിൽ ചിലപ്പോൾ ബന്ധം ഉണ്ടാവണമെന്നില്ല. അത് ഉദാഹരണത്തിന് ഈ SIR നമ്മൾ പ്യൂർലി മാത്തമെറ്റിക്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.2 crore 1 കോടിയിലധികം വോട്ടർമാർ ഇപ്പോൾ അവരുടെ അഫക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ അതിൽ 60 ലക്ഷം പേരുടെ പേര് ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. പിന്നീട് 60 ലക്ഷം പേര് അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞ് അവരുടെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 1.2 crore. ഈ 1.2 crore നമ്മളത് ഓരോ കോൺസ്റ്റിറ്റിയിലും എത്രയാണെന്ന് വെച്ച് അഗൈൻ പ്യൂർലി മാത്തമെറ്റിക്കലി വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഈ സീറ്റുകളിലുള്ള വിന്നിംഗ് മാർജിനെ കാട്ടി കൂടുതലാണ് 234, അതായത് 294, മൊത്തം 294 അസംബ്ലി സീറ്റ് ഉള്ളതിൽ 234 സീറ്റുകളിലും ഈ അഫക്റ്റഡ് വോട്ടേഴ്സിന്റെ എണ്ണം 2024 വിന്നിംഗ് മാർജിനെ കാട്ടിൽ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അഗൈൻ അരിത്മെറ്റിക്കലി നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ടെക്നിക്കലി ഈ 1.2 crore ആളുകൾ പുറത്തു നിൽക്കുകയാണെങ്കിൽ ഈ 234 സീറ്റിലെ വേർഡിക്റ്റിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിൽ വളരെ ഏകദേശം 80% സീറ്റുകൾ, 79% സീറ്റുകൾ അഫക്റ്റഡ് ആണ്. പക്ഷെ അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാര്യം ഇപ്പോൾ ഓരോ ദിവസവും ഹിയറിംഗ് നടത്തിയിട്ട് കൂടുതൽ ആളുകളെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇലക്ഷൻ അടുക്കും തോറും കൂടുതൽ ഈ എണ്ണം കുറഞ്ഞു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതേസമയം നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ
ഈ SIR മമതയേക്കാൾ, അപ്പൊ ഈ 234 ഇങ്ങനെ മാത്തമെറ്റിക്കൽ ഫോമുല വെച്ച് നോക്കുകയാണെങ്കിൽ മമതയ്ക്കായിരിക്കും കൂടുതൽ തിരിച്ചടി. കാര്യം കൂടുതൽ സീറ്റ് അവരുടെ കയ്യിലുള്ളതുകൊണ്ട്, കൂടുതൽ സീറ്റ് ഉള്ളവർക്ക് 234 കൂടുതലും അവരുടെ സീറ്റുകളായതുകൊണ്ട്, ഒരുപാട് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സീറ്റുകളും ആയതുകൊണ്ട് മമതയ്ക്കായിരിക്കും തിരിച്ചടി എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ പറയാം ഈ ഫോമുല വെച്ച്. പക്ഷെ നമ്മൾ ആളുകൾ സംസാരിക്കുമ്പോൾ ഈ SIR എന്ന് പറഞ്ഞതിനെതിരെ വളരെ വലിയൊരു ബാക്ക്ലാഷ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പാവങ്ങളാകട്ടെ, പണക്കാർ, എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ആകെ കണ്ടത് വളരെ കുറച്ച്. അത് മിക്കവാറും കൂടുതൽ NRIs ആണ് ഞാൻ കണ്ടത്. ഈ അവധിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള NRIs ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം അവര് ഈ ട്രംപ് പറയുന്ന പോലെ കാര്യങ്ങൾ, അതായത് ബംഗാളിൽ ക്രൈം ഉണ്ടാവുന്നത്, ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്ന് താമസിച്ച്, ഇതൊക്കെ അങ്ങനെ ബേസിസ് ഉള്ള കാര്യങ്ങളല്ല. ക്രൈം എല്ലാ തരത്തിലുള്ള സമൂഹത്തിലുള്ള ആളുകളും, അത് പ്രത്യേക വേറൊരു സാമൂഹിക പ്രശ്നമാണ് ഈ ക്രൈം എന്നുള്ള കാര്യം. അത് ഇതുമായിട്ട് ബംഗാൾ ബന്ധപ്പെട്ട. പക്ഷെ അവർ അങ്ങനെയുള്ള ഒരു നരേറ്റീവിൽ പോകുന്നതല്ലാതെ ഇത് നേരിട്ട് അനുഭവിച്ച അതായത് എല്ലാവരെയും എഫക്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും അവരുടെ പേര് ഉണ്ടോ നോക്കണം. ആകെ ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. നമ്മൾ ഇത്രയും നാൾ ജീവിച്ച രാജ്യത്ത്, നമ്മൾ ഇത്രയും വർഷം വോട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും നമ്മൾ ആരൊക്കെയാണെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോ ഈ രണ്ട് തരത്തിൽ, അപ്പൊ ഇത് ഏത് തരത്തിലാണ്, ഈ മാത്തമെറ്റിക്സ് ആണോ വിജയിക്കുക, അതോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ബാക്ക്ലാഷ് ആണോ അത് അതിനെ ഔട്ട് വേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മമതയ്ക്ക് തന്നെയാണ് മുൻകൈ. നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മമതയ്ക്ക് തന്നെയാണ് മുൻകൈ ഇപ്പോഴും എനിക്ക് തോന്നുന്നു. ഈ SIR തന്നെ ഈ SIR രാജഗോപാൽ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട വിഷയമായി മാറി. ബംഗാളികളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് SIR മാറി. അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാറ്റുന്നതിൽ മമത വിജയിച്ചു എന്ന് പറയുന്ന ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരുമായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കാൻ അവസരമുണ്ടായി. രാജഗോപാൽ, അങ്ങനെ ഒരു അഭിപ്രായത്തെ പറ്റി രാജഗോപാലിന്റെ എന്താണ് ഒരു പ്രതികരണം? അതെ, അത് മമതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒന്ന് പൊളിറ്റിക്കൽ പൾസ് വളരെ മറ്റാരേക്കാളും വളരെ ഇതായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പിന്നെ വളരെ റാപ്പിഡായിട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നതാണ്. സാധാരണ നമ്മുടെ എക്സ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്നത്, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കെട്ടി മീറ്റിംഗ് വിളിക്കണം, എന്ത് ചെയ്യണം തീരുമാനിക്കണം, പല അഭിപ്രായങ്ങൾ. മമതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരെ തീരുമാനം എടുത്ത് ചാടുകയാണ്, പിന്നെ വരുന്ന വെച്ച് കാണാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 2024 ബംഗാൾ ഏറ്റവും ഭീഷണി നേരിട്ട തെരഞ്ഞെടുപ്പ് 2021 ആ സമയത്ത് ഏകദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഏകദേശം 40ഓളം ഒരു അസംബ്ലി മീറ്റിംഗില്, അസംബ്ലി ഇലക്ഷന് വേണ്ടി ഒരു പ്രധാനമന്ത്രി, ഒരു കേന്ദ്ര നേതൃത്വം 40ഓളം മീറ്റിംഗിൽ അങ്ങോട്ട് അവര് ഇവിടെ വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ രീതിയിലായിരുന്നു BJPയുടെ പ്രചരണവും. പലരും അന്ന് കരുതിയത് BJP അധികാരത്തിൽ വരും എന്ന്. കാര്യം 2019 ഇലക്ഷന് വളരെ നന്നായിട്ട് BJP ലോക്സഭ ഇലക്ഷന് വളരെ നന്നായിട്ട് അഭൂതപൂർവമായ പ്രകടനമായിരുന്നു BJPയുടെ. അപ്പൊ അത് കഴിഞ്ഞ് 2021 അസംബ്ലി ഇലക്ഷനിൽ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ടെന്ന രീതിയിൽ, അതുപോലെ പൈസ ഇഷ്ടം പോലെ ഇറക്കുകയും ഇവരുടെ രണ്ടുപേരുടെയും പ്രചരണവും അത്ര ഇങ്ങനെ ഇരമ്പുന്ന പ്രചരണം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ. അപ്പൊ അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബംഗാളിൽ അതിന് വിപരീതമായി SIR ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുക തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് മറ്റൊരു കാര്യം കൂടെ തൃപ്തിയാണ്. ഒരുപക്ഷെ ഒരു അസൈഡ് ആയിരിക്കാം, പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് അസൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യക്ഷമായ ഒരു കേരള കണക്ഷൻ നമുക്ക് ഈ ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് ഗവർണർ ആനന്ദ് ബോസിന്റെ രൂപത്തിലാണ്. ഗവർണർ ആനന്ദ് ബോസ് അവിടെ ഉള്ളതായിരുന്നു. അദ്ദേഹം മമതയ്ക്ക് എതിരായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചു കാലം പുറപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം മമതയുമായിട്ട് ഒത്തുതീർപ്പാക്കിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്ന് പറയുന്ന ഒരു ശ്രുതിയുണ്ട്. അല്ല, അദ്ദേഹം കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞ മറ്റൊരു ശ്രുതിയുണ്ട്. എന്താണ് രാജഗോപാൽ അവിടെ കേൾക്കുന്നത്? അല്ല, ഇവിടെ ഈ വിഷയത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ആനന്ദ ബോസിന്റെ മുൻഗാമിയും പിൻഗാമിയും ആനന്ദ ബോസും ഇവരും എല്ലാവരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അവരുടെ ഈ തമ്മിൽ ഭേദം ആര് എന്നൊരു പറയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരിൽ നിന്ന് ഞാൻ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. കാര്യം ഒരു ഇലക്ട്രൽ മാൻഡേറ്റ് ഇല്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തിലും മറ്റു കാര്യങ്ങളിലും ഇടപെടുന്നത്, ഇവിടെ ആയാലും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെയായാലും നമുക്കത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ ഇവിടെ പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് സത്യമാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ലോക്കൽ BJP ആയിട്ട് ലോക്കൽ BJP ആയിട്ടെന്നല്ല, ലോക്കൽ BJPക്ക്
ബംഗാൾ ബി ജെ പിക്ക് ആനന്ദ ബോസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും പോരെ, കുറച്ചും കൂടെ വീര്യം വേണം എന്നുള്ള അഭിപ്രായമാണെന്ന് പറയുന്നു. കാര്യം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ജഗദീപ് ധങ്കർ, ഇപ്പോ ജഗദീപ് ധങ്കർ സ്വയം ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷം സ്വയം ഒരു രക്തസാക്ഷിത്വം വരിച്ച് അദ്ദേഹം രാജിവെച്ച ശേഷം കഴിയുകയാണ്. പക്ഷെ അദ്ദേഹം ഇരുന്ന ഇവിടെ ഗവർണറിന്റെ സമയത്ത് ബംഗാൾ ബി ജെ പിയെക്കാട്ട് ശക്തമായി മമതയെ എതിർക്കുകയും പലരും ഇവിടെ പരിഹരിച്ച് രാജ്ഭവൻ ശരിക്കും ഒരു ബി ജെ പി ഓഫീസിന്റെ ഒരു സൂപ്പർ ബി ജെ പി ഓഫീസായി മാറി എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പൊ അത് വെച്ച് ബൈ കമ്പാരിസൺ ശ്രീ ആനന്ദ് ബോസ് കുറച്ചും കൂടെ ഫെയർ ആയിരുന്നു. അദ്ദേഹം ആ രീതിയിലൊന്നും പോയിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് പോയിട്ടില്ല എന്നതിനെ കുറിച്ചൊക്കെ ബംഗാളിലെ പ്രശ്നം ബംഗാളിലല്ല, നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരോട് സംസാരിക്കുകയാണെങ്കിൽ അവര് ഈ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറയും. പല കാര്യങ്ങളും നമുക്ക് പറയാൻ പാടില്ലാത്ത സബ്ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഈ കേൾക്കുന്നതെല്ലാം സത്യമാണെന്നില്ല. ഞാനും ആദ്യം കേട്ടപ്പോ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ വെങ്കടേഷ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ബി ജെ പി, കാര്യം ബി ജെ പിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം കേരളത്തിൽ വളരെ ജനസമ്മതനായ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. അദ്ദേഹം വളരെ പോപ്പുലർ ആണ് അവിടെ. അപ്പൊ അതുകൊണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ കേൾക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ബി ജെ പിക്ക്, പക്ഷെ ഇത് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് ഇവിടുത്തെ ലോക്കൽ ബി ജെ പിക്ക് അങ്ങനെ ഡൽഹി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷാ ലോക്കൽ ബി ജെ പി പറയുന്ന പോലെ അവർ കേൾക്കുന്നില്ല. അവര് പറയുന്നത് ഇവര് കേൾക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് അറിയില്ല. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥിതി അതാണ്. ഉത്തർപ്രദേശൊക്കെ പോലുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ച് ഇപ്പൊ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ പലരുടെയും പേര് പോലും അമിത്ഷായ്ക്കൊക്കെ അറിയുമെന്ന് നമുക്ക് വലിയ സംശയമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ബംഗാളിൽ അമിത്ഷാ എടുത്തും മോദി എടുത്തും പറയാൻ ധൈര്യമുള്ളവർ തന്നെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല അതിനെ കുറിച്ചുള്ള ഇതെന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിൽ ഇപ്പോൾ ബി ജെ പിയും മമതയും തന്നെയാണ് മുഖ്യമായിട്ടുള്ള പോരാളികൾ എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് താല്പര്യമുള്ള ഒരു കാര്യം, ഇടതുപക്ഷത്തിന്റെ റിവൈവൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ? ഒരു വലിയ ആന്റി ഇൻകംബൻസി ഫേസ് ചെയ്യുന്ന ഒരു നേതാവാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. പിന്നെ ഈ ഇടതുപക്ഷത്തിന്റെ റാലികളിലൊക്കെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ടറൽ റിവൈവൽ, തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു തിരിച്ചുവരവ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത്തവണ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിനെ കുറിച്ച് കാര്യം റെലവൻസ് ഞാൻ നോക്കുന്ന, എനിക്ക് ഇതുവരെ ഇത്തവണ ഒരു കോൺഗ്രസുമായിട്ട് ഇതില്ല. രണ്ടുപേരും കോൺഗ്രസും ഇടതുപക്ഷവും കഴിഞ്ഞ ഇലക്ഷനുകളെ സംബന്ധിച്ച് ഇത്തവണ അവർ സെപ്പറേറ്റ് ആയിട്ടാണ് പൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഗ്രൗണ്ടിൽ ചില അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരുന്ന ചിലർ പറയുന്ന കാര്യം പരിചയം. എന്നാലും അങ്ങനെ ഒറ്റയ്ക്ക് പൊരുതുകയാണെങ്കിൽ എത്രയാണ് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ സ്ട്രെങ്ത് എന്ന് നമുക്കറിയാം. അത് നമ്മൾ ശരി ഒരു തകർന്നടിഞ്ഞ ഒരു ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് തിരിച്ച് റിവൈവലിന് വേണമെങ്കിൽ ആദ്യം അറിയേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത്, എത്രയാണ് നമ്മുടെ വീക്ക്നെസ്, എത്രയാണ് സ്ട്രെങ്ത് എന്ന് അറിയേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ ഈ ഇലക്ഷൻ എനിക്ക് തോന്നുന്നു ലെഫ്റ്റും നേരിടുന്ന അവരുടെ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണ്. പലപ്പോഴും കോൺഗ്രസുമായിട്ട് ചേരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസ് ആണ് കൂടുതലും ഗെയിൻ ചെയ്തിരിക്കുന്നത് പല സമയങ്ങളിലും ഇടതിനെക്കാട്ടി. എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ വോട്ട് മിക്കവാറും നോർത്ത് ബംഗാൾ പിന്നെ ചില പോക്കറ്റ്സിൽ മാത്രമാണ്. അപ്പം കോൺഗ്രസിന്റെ വോട്ട് കിട്ടുമ്പോൾ നമ്മുടെ പൊതുവെ ഈ അലയൻസിന്റെ അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആ ഒരു ഗ്രൂപ്പിന്റെ കോൺഗ്രസ് പ്ലസ് ലെഫ്റ്റ് എന്നുള്ളതിന്റെ വോട്ട് ഷെയർ ചിലപ്പം വർദ്ധിക്കുമെങ്കിലും അത് ശരിക്കും അതിന്റെ ഒരു ഐഡിയൽ റെപ്രസെന്റേഷൻ അല്ല അത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് ലെഫ്റ്റിന്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ എത്രയാണ് എന്നറിയാൻ അതിൽ കൂടുതലൊന്നും ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് തൃണമൂലുമായിട്ട് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി ശ്രമിക്കുന്നു എന്ന് വാർത്തകൾ തെളിയിച്ച് കേൾക്കാണ്ട്, അത് പലതും ഒരു ടാക്ടിക്കലായിട്ട് ഒരു വിശാലമായ ഇന്ത്യ മുന്നണിയുടെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ടാക്ടിക്കൽ അലയൻസിന് മമത തയ്യാറാവാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ ബംഗാൾ നേതൃത്വവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി കാട്ടി പരിതാപകരമാണ്. ഇവിടുത്തെ നേരത്തെ അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസ് PCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ ശക്തമായ ഒരു വോയിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മമതയായിട്ട് യാതൊരു രീതിയിലും അടുക്കരുത് എന്നുള്ള, അദ്ദേഹം ഇടതുപക്ഷമായിട്ടിന്റെയും വളരെ മുഖ്യ ശത്രുവായിരുന്നു ഒരു കാലത്ത്. പക്ഷെ മമതയോടുള്ള അദ്ദേഹത്തിന്റെ ശത്രുത അതിനേക്കാൾ കൂടുതലായതുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് കൈകോർക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പൊ അധീർ രഞ്ജൻ ചൗധരി അദ്ദേഹമല്ല ഇപ്പൊ PCC പ്രസിഡന്റ്. അപ്പൊ ഇപ്പോഴത്തെ PCC പ്രസിഡന്റ് മമതയായിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നതിൽ അതുപോലെ അധീർ രഞ്ജനെ പോലെ വിരോധമില്ലെന്നാണ് കേൾക്കുന്നത്. പക്ഷെ
അൾട്ടിമേറ്റ്ലി ഇത് വെങ്കടേഷ് പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് അല്ല തീരുമാനിക്കേണ്ട, മമതയാണ്. മമതയ്ക്ക് ഇവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം മമതയാണ് തീരുമാനിക്കുന്നത്. മമതയുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലിട്ടെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്ന ഡൽഹിയിൽ തന്നെയായിരിക്കും. മമതയും കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ. അതെനിക്ക് ബംഗാൾ ഘടകത്തിന് അതിനകത്ത് എന്തെങ്കിലും ഒരു റോള് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ മമതയ്ക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കോൺഗ്രസ് മറ്റു പല സംസ്ഥാനങ്ങളിലും, ഉദാഹരണത്തിന് തമിഴ്നാടായാലും UP ആയാലും ഒക്കെ വെക്കുന്ന വലിയ വലിയ ഡിമാൻഡുകൾ സഖ്യകക്ഷികളെ വളരെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന രീതിയിലാണ്. പക്ഷേ പശ്ചിമ ബംഗാളിൽ മമതയുടെ സെക്കൻഡ് ഫിഡിൽ കളിക്കാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു വിഭാഗം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും അതിലേക്കൊക്കെ എത്താൻ വേണ്ടി ഇനിയും കുറെ ദിവസങ്ങൾ കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു ചിത്രം നമ്മളിപ്പോ ഏതാനും 3-4 ദിവസത്തിനകം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദി നാളെ ആസാമിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആസാമിലേക്ക് അടുത്ത 2 ദിവസത്തിൽ അദ്ദേഹം ആസാമിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പൊ കേരളത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പോലെയുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഉടൻ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ബംഗാളിൽ ഒരു പുതിയ ഡെവലപ്പിംഗ് സിറ്റുവേഷൻ ആണ്. രാജഗോപാൽ പറഞ്ഞിട്ടുള്ള ഈ SIR തന്നെയാണ് മുഖ്യമായിട്ടുള്ള ഒരു വിഷയം അവിടെ എന്നുള്ളത് പൊതുവിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കിടയിൽ കാണുന്ന ഒരു സംഭവമാണ്. ഇടതുപക്ഷത്തിന്റെ റിവൈവലിനെ പറ്റി രാജഗോപാൽ പറഞ്ഞതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ ഈ മമതയുമായി ചേരാനുള്ള അവരുടെ തയ്യാറെടുപ്പ് എവിടം വരെ ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇതൊന്നും അല്ലാതെ, ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ആന്റി ഇൻകംബൻസിയുമായി ബന്ധപ്പെട്ടിട്ട്, ജാതി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട്, ബംഗ്ലാദേശിലെ സ്ഥിതിവിശേഷവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള അവിടുത്തെ മൈനോറിറ്റികളായ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെയുള്ള ഒരു പ്രതികരണം, അതിന്റെ ഒരു റിയാക്ഷൻ, അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുരണനങ്ങൾ നമുക്ക് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശ് തീർച്ചയായിട്ടും അതിന് കുറച്ചൊക്കെ ബോർഡർ സ്ട്രീറ്റ് ഡിസ്ട്രിക്റ്റിൽ എന്തായാലും കാണും. കൽക്കട്ടയിൽ ഇപ്പോഴും ആ പഴയ ഡയറക്റ്റ് ആക്ഷൻ സമയത്ത് നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ ഓർമ്മകളുള്ള ഒരു അല്ലെങ്കിൽ ആ കഥകൾ കേട്ടിട്ടുള്ള, പിന്നെ അത് പെരുപ്പിച്ച് അതിനെ നമ്മൾ വെപ്പണൈസ് ചെയ്യുന്ന, ഇൻഫർമേഷൻ വെപ്പണൈസ് ചെയ്യുന്ന ഒരു ജനറേഷനാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ആ ഫാക്ടർ പ്ലേ ചെയ്യും. അത് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാം SIR ഇങ്ങനെ ഓവർഷാഡോ ചെയ്യുന്ന നിൽക്കുന്നതുകൊണ്ട് എനിക്കും അതിനൊരു വ്യക്തമായിട്ടുള്ള ഇത് കിട്ടില്ല. ഞാൻ ആദ്യം ഇവിടെ വരും മുമ്പ് വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് SIR-നെ കേട്ടുള്ള വലിയ സംഭവം ഈ ബംഗ്ലാദേശ് അതിനെ, പക്ഷെ എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിൽ ഇപ്പോ ഈ ഖലദസിയുടെ മകൻ അധികാരത്തിൽ വരികയും ഇന്ത്യ ഗവൺമെന്റ് അവരുമായിട്ട് ബന്ധം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് BJP ഇത് എത്രമാത്രം ഈ ഇഷ്യൂ ഫ്ലാഗ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചെറിയൊരു സംശയമുണ്ട്. കാര്യം ഇപ്പൊ ഇന്ത്യ അവരുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കാനും മറ്റു കാര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ സ്റ്റേറ്റ് BJP-യുടെ കയ്യിലായിരിക്കില്ല. സംസ്ഥാന BJP-യുടെ കയ്യിലായിരുന്നു വിഷയമെങ്കിൽ അവരതിനെ വളരെ വഷളാക്കിയതിന് യാതൊരു സംശയമില്ല. ഇവിടുത്തെ BJP പല നേതാക്കൾ അതിനകത്ത് വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വഷളാക്കുന്നതിന് പ്രാഗൽഭ്യമുള്ളവരാണ്. പക്ഷെ ഈ കേന്ദ്രവും ബംഗ്ലാദേശുമായിട്ട് ഇപ്പം ചില സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എത്രമാത്രം ഏത് ലിമിറ്റ് വരെ പോകുന്നുള്ളതിനെ കുറിച്ച് തീർച്ചയില്ല. എന്നാലും അവിടെ എവിടെയൊക്കെ അവസരം കിട്ടുമ്പോൾ BJP അത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബോർഡർ ഡിസ്ട്രിക്റ്റിലൊക്കെ ജമാഅത്ത് ഒരുപാട് വളരുന്നുണ്ട്, വലിയ ഡേഞ്ചർ ആണ്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതെല്ലാം നടക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയം, ബംഗാളിൽ നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നം, അത് നമുക്ക് കേരളത്തിലും നമുക്ക് കാണാവുന്നതാണ്, തൊഴിലില്ലായ്മ എന്ന പ്രശ്നം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ എത്രത്തോളം അതിഥി തൊഴിലാളികൾ എന്ന പേരിലുള്ള ആളുകൾ അങ്ങോട്ട് ഒഴുകുന്നത്. ആ ഒഴുക്കിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ബംഗാളിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അത് മമതയും വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ BJP എന്ന് പറഞ്ഞ പ്രതിപക്ഷം അതിൽ നിന്നും ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെയുള്ള വൈകാരികമായ ഇഷ്യൂകളിൽ, SIR, ബംഗ്ലാദേശ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പൂജ അനുവദിക്കുന്നില്ല എന്നുള്ള ഇങ്ങനെ ഉള്ള ഹിന്ദുത്വ സിംബോളിസവും അതിനെക്കുറിച്ച് ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഈ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, ഇപ്പൊ ഉദാഹരണത്തിന് ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് മിക്കവാറും എല്ലാ നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും മുഖമുദ്രയെ മാറിയിരിക്കുന്നത് കോസ്മെറ്റിക് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഡോൾസ് നൽകുന്ന, അതായത് കിറ്റ് നൽകുക അല്ലെങ്കിൽ ഡോൾ നൽകുക,
അത്തരം പോളിറ്റിക്സിൽ മമതാ ബാനർജി എവിടെ നിൽക്കുന്നത്? അത് മമത 2021 തന്നെ വളരെ മുന്നിലാണ് ആ കാര്യത്തിൽ. ഏകദേശം ഞാൻ അന്ന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് എനിക്ക് അറിയില്ല. 2021 ഒരു സമയം ഏകദേശം 84% ബംഗാൾ, അതായത് 84% വോട്ടേഴ്സ് അവര് മമതയുടെ ഏതെങ്കിലും ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറി ആയിരുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ സാധാരണഗതിയിൽ എന്നെ പോലെ ഒരാൾക്ക് ഒരു മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ വലിയ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാറില്ല ഇങ്ങനെയുള്ള കാര്യം. പക്ഷേ ഇവിടെ ഒരു ചികിത്സ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് ഇൻഷുറൻസ് അത് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പോയി, അത് മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയിട്ട് അപ്പൊ എനിക്കും ആ ബെനിഫിറ്റ് കിട്ടും. അത് അവര് പിന്നെ അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ വനിതയാണ് അതിന്റെ ആ ഇൻഷുറൻസ് പോളിസിയുടെ മെയിൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ് എന്റെ ഓപ്പറേറ്റർ. അപ്പൊ എന്റെ ഭാര്യയുടെ അനുവാദം ഉണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി അയച്ചത്. അതൊക്കെ നല്ല എംപവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ 84% ആളുകളെ അവരുടെ ഏതെങ്കിലും ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറി ആവുമെന്ന് പറഞ്ഞാൽ ഷീ ഈസ് വേ ഹെഡ് ഓഫ് ഇറ്റ്. പക്ഷെ അന്ന് ഈ നമ്മുടെ ഇവിടുത്തെ ഈ റിഫോം ഫ്രീ മാർക്കറ്റ് ഇക്കണോമിസ്റ്റുകളും ഒരുപാട് വിദഗ്ധരുണ്ടല്ലോ, അവരൊക്കെ പരിഹസിക്കുമായിരുന്നു. പൈസയൊക്കെ ഇങ്ങനെ അടിച്ചു കളയുകയാണ്, പൊട്ടിച്ചു കളയുകയാണെന്നൊക്കെ. ഇപ്പം ബീഹാറിൽ 10,000 രൂപ കൊടുത്ത അതൊരു വലിയ ചാണക്യന്റെ തന്ത്രമായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് വലിയൊരു ഇക്കണോമിക് റെവല്യൂഷനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ആളുകൾ മിണ്ടായിരിക്കും. പക്ഷെ മമത ഷി വാസ് വേ ഹെഡ് ഓഫ് അതേഴ്സ് ഇൻ ദിസ്. ചുരുക്കി പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു മമതയെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നത്. SIR-നെ അടക്കം തനിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ ഘടകമാക്കി മാറ്റുന്നതിൽ മമത ഒരു വലിയ പങ്ക് വരെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളിലെ അതിന്റെ സന്നാഹങ്ങളും അതിന്റെ ഒരുക്കങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ, പോരാട്ടം മുറുകുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ തൽക്കാലത്തേക്ക് വിട പറയാം. താങ്ക് യു രാജഗോപാൽ, നന്ദി. താങ്ക് യു.